പുതുപൊന്നാനി MI ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റററി ഫെസ്റ്റിവലിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ കഥാകൃത്ത് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സമൂഹം ലോക ക്ലാസിക്കുകൾ വായനക്കെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ലാസിക്കുകളുടെ വായന ആസ്വാദനത്തിനപ്പുറത്ത് ലോകത്തെയും മനുഷ്യജീവിതങ്ങളെയും ആഴത്തിൽ പരിചയപ്പെടുത്തും. ഗൗരവ വായനയിലേക്ക് പുതിയ തലമുറയെ അടുപ്പിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ VP അബ്ദുൽ മനാഫ് അധ്യക്ഷത വഹിച്ചു. VV രാമകൃഷ്ണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. MI അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AM അബ്ദുൽ സമദ്, AO ബിന്ദു, PTA പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, ബിന്ദു ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ PP ഷംസുദ്ദീൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് ചെട്ടിപ്പടി നന്ദിയും പറഞ്ഞു. 3 ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകമേളയുടെയും അധ്യാപകനായ ജസീം അസ്ലമിന്റെ ഫോട്ടോ പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം P സുരേന്ദ്രൻ നിർവഹിച്ചു. ഫെസ്റ്റിവലിന്റെ ഭാഗമായി തിങ്കളാഴ്ച കവിതാ ക്യാമ്പും ചൊവ്വാഴ്ച കഥാ ക്യാമ്പും നടക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായന ഉത്സവമായി, എഴുത്തിന്റെ ഉത്സവമായിട്ട് നടത്തുന്ന ഒരു രീതി സത്യത്തിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തരത്തിലൊരു മൂവ്മെന്റ് കൊണ്ടുവന്നത് PN പണിക്കരാണ്. അതേ നടത്തിയില്ല യാത്ര. സുശക്തമായിട്ടുള്ളൊരു ഗ്രന്ഥശാല പ്രസ്ഥാനം നിലനിൽക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. വേറെ അതും സുശക്തം തന്നെ പറയും. ഗ്രന്ഥശാല സംഘം ഓരോ കൊല്ലം സർക്കാർ അനുവദിക്കുന്ന ഗ്രാൻഡ്, അതുവഴി അത് ഗ്രന്ഥശാല ഉപയോഗിച്ചവരുടെ ഗ്രന്ഥാലയം വിപുലപ്പെടുത്തും. പക്ഷേ ആ രീതിയിൽ ആളുകൾ വായനയെ പുസ്തകത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.